ഹായ് പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുന്നക്കാടിൻ്റെ വളവിൽ പുൽവട്ട റോഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബൈക്കിൻ്റെ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഷോറൂം ആരെന്ന് അറിയുന്നത് നമ്മുടെ പുന്നക്കാടിൽ രണ്ട് ഇരട്ടകൾ കോരങ്കാടന്മാർ രണ്ട് ഇരട്ട കുട്ടികളുണ്ട്. അപ്പോൾ അവർ തന്നെ ഉൽപ്പത്തിന് അവരെ പേരിനനുസരിച്ച് തന്നെ കോരൻസ് മോട്ടോഴ്സ് യൂസ്ഡ് ബൈക്ക്, അത് ഏത് വിധത്തിലുള്ള ബൈക്കാണെങ്കിലും ഏത് മോഡലിലെ ബൈക്കാണെങ്കിലും എത്ര വിലൻ്റെ ബൈക്കാണെങ്കിലും എത്ര കുറഞ്ഞ ബൈക്കാണെങ്കിലും നമുക്ക് ആസിഫിനോടും അതുപോലെ തന്നെ അഷ്റഫിനോടും രണ്ടാളാണ്. ആഷിഫ് അഷ്റഫ് രണ്ടാളെ കണ്ടാൽ ഇപ്പോൾ ഇന്ന സമയത്തോളം നാട്ടുകാരനായ ഇന്ന സമയത്തോളം എനിക്കതുപോലെ കണ്ട രണ്ടാളെ അറിയില്ല. ഏതായാലും അവർ രണ്ടാളും ജ്യേഷ്ഠനും അനിയനും ഇരട്ടക്കുട്ടികളായി ഒപ്പം നടന്ന് ജ്യേഷ്ഠനും അനിയൻ എന്നുള്ള നിലയ്ക്ക് കൂട്ടുകാരന്മാരെ പോലെ നടക്കുന്ന രണ്ട് വ്യക്തികൾ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ അവരെ രണ്ടുപേരുടെയും ഉമ്മയാണ് ഇതിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉമ്മയും അതുപോലെ തന്നെ അവരുടെ ഫാമിലി വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഉദ്ഘാടന വേളം അതോടൊപ്പം ആസിഫോ അസർഫോ ആരെങ്കിലും എന്താ പറയുന്നില്ലത് അവരോട് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ ചടങ്ങിലേക്ക്. കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ കാളികാവ് ഏരിയയിൽ പെട്ട കരുവാരകുണ്ടിലെ 12ാമത്തെ 15ാമത്തെ ഷോറൂമാണിത്. ആസിഫ് കോരൻസ് അത് കുറേ കാലമായിട്ട് സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ ഷോറൂമില്ലാതെ പുതിയൊരു ഷോറൂം ആരംഭിച്ച് ആ ഷോറൂമിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സഹകരിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നന്ദി. ഈ ഷോറൂമിന് കാളിയാവ് ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും എൻ്റെ സ്വന്തം നിലയിലും ആശംസകൾ അറിയിക്കുന്നു.
അപ്പോഴേ ഏതായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു, വീഡിയോസ് കണ്ടു, ഉദ്ഘാടന ചടങ്ങ് കണ്ടു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആസിഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആസിഫിനോട് നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയണമല്ലോ, എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയൊക്കെ കൊടുക്കും, വണ്ടികൾ ഏതെല്ലാം വിധത്തിൽ നമുക്ക് കൊടുക്കും എന്നുള്ള വിവരങ്ങൾ ആസിഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആസിഫിനോട് ഇതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ആസിഫ് തന്നെ പറയട്ടെ. ഇവിടെ ആളോട് നല്ല ഇരിക്കുന്നുണ്ട്, ഒരാളുള്ളൂ. അപ്പോൾ ഇതിനൊരു ഒരു ചെറിയൊരു ബൈറ്റ് വേണം എനിക്ക്. അപ്പോൾ ഞാൻ ക്യാമറ തിരിക്കണം. ഏതായാലും ഇപ്പോൾ നമ്മൾ ഇത്രയും ആളുകളിതൊക്കെ കണ്ടു. നിങ്ങളപ്പോൾ അറിയാത്ത പോലെ ആരുമില്ല. കോരൻസ് പറഞ്ഞാൽ കുരങ്ങള നിങ്ങൾ വിളിക്കുക കണ്ടാളി. അപ്പോൾ പറയാം, എങ്ങനെയാണ് നമ്മളെ ഈ ബിസിനസ്സിനെ പറ്റി എന്താ പറയാനുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക്? നമ്മളെ ചെറുപ്പം മുതലേ അറിയുന്ന ഒരു മേഖലയാണ് വണ്ടി കച്ചവടം. താല്പര്യമുള്ള മേഖലയാണ്. വണ്ടിനോടും ഡ്രൈവിങ്ങിനോടും കച്ചവടത്തിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടി, റൂമും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ കരുതി. ഇതിന്റെ മുന്നേ തുടങ്ങിയിരുന്നു വണ്ടി കച്ചവടം. നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ കൂടിയാണ്ട് വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല, പൊതുവെ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങൾ ഏട്ടനും അഞ്ചനും ചോദിച്ചപ്പോൾ ഒരു തുണക്കാരന്മാരെ ഏട്ടനും അഞ്ചനും ആർക്കും അറിയില്ല ആരാണ് വലുത്. ഇപ്പം എന്നെ സമയത്ത് എനിക്കറിയില്ല ആസിഫാണോ വലുത് അസർഫാണോ വലുത്. ഇപ്പം എനിക്കറിയില്ല. അത് ഇതിൽ ശരിക്കും വലുതാരാണ്? ഞാനാണ് വലുത്. ആസിഫ്, അഷ്റഫും ഞങ്ങൾ അറിയപ്പെടുന്നത് കോരൻസ്. അവിടെ നിങ്ങൾ ആ പേര് കൊടുത്തത് കോരൻസ് എന്നുള്ള പേര് കൊടുത്തത്. നമുക്കിപ്പോൾ ഇനി ഒരാൾ വന്നു കണ്ടേ ഇന്ന മോഡലില് ഇതേ ടൈപ്പിലെ വണ്ടി കിട്ടുമോന്ന് അന്വേഷിച്ച് നമ്മളത് അന്വേഷിച്ച് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമോ? കരുവാരക്കുണ്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം അതിൽ 12ാമത്തെ ഷോറൂമാണത്. കരുവാരക്കുണ്ടിക്ക് ഇപ്പോൾ ഒരാൾ പുറത്തുനിന്ന് എവിടുന്ന് ആൾ വന്നാലും ഏത് തരത്തിലുള്ള വാഹനത്തിനും ഇവിടെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും കരുവാരക്കുണ്ടിൽ ഇപ്പോൾ നിലവിൽ പ്രീമിയം വണ്ടി ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, പിന്നെ പറ്റ കുറഞ്ഞ ലെവലിലെ വണ്ടിയാണെങ്കിലും ഇന്ന് കരുവാരക്കുണ്ടിൽ വരുന്ന ആളുകൾക്ക് വണ്ടി വാങ്ങിക്കാൻ കരുതിയ ആളുകൾക്ക് ആഗ്രഹിച്ച് വണ്ടി വാങ്ങിയാണ്ട് കരുവാണ്ടെന്ന് പോകാം. വണ്ടി വാങ്ങിയപ്പോൾ ഇപ്പോൾ ഏത് തരത്തിൽ നമുക്ക് എത്തിക്കാൻ പറ്റും? ആവശ്യക്കാർക്ക് അനുസരിച്ചുള്ള വണ്ടി ഏതാണെങ്കിലും നമുക്ക് അവർക്ക് വേണ്ട വണ്ടി നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. കരുവാണ്ടിൽ തന്നെ ഒരുവിധം എല്ലാ വണ്ടികളും അവൈലബിൾ ആണ്. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം, വിജയിപ്പിക്കണം. നമ്മള് എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ ഏത് മേഖലയും വിജയിപ്പിക്കുക. നമുക്ക് നമ്മുടെ നാട്ടുകാരോടും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളതാണ്. എല്ലാവരും സപ്പോർട്ടും സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ.